ഇടുക്കി മറയൂരിൽ 70-കാരനെ കൊന്ന ചാക്കിൽ കെട്ടി റോഡിൽ ഉപേക്ഷിച്ച കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 20,000 രൂപ പിഴയും വിധിച്ചു. മറയൂർ സ്വദേശി അൻപഴകൻ, എരുമേലി ശാന്തിപുരം സ്വദേശി മിഥുൻ എന്നിവരെയാണ് മുട്ടം കോടതി ശിക്ഷിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി ജെയ്നസ് രാജു ചേരുന്നുണ്ട്. 2020-ലുണ്ടായ കേസാണ്. ഈ കേസിന്റെ പശ്ചാത്തലം, ശിക്ഷാവിധിയുടെ കൂടുതൽ വിവരങ്ങൾ. 2020 ഫെബ്രുവരി 24-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. മാരിയപ്പനും, കൊല്ലപ്പെട്ട മാരിയപ്പനും അതോടൊപ്പം ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള അൻപഴകനും അയൽവാസികളാണ്. ഇവർ ഇതേ ദിവസം ഒരുമിച്ച് മദ്യപിക്കുകയും മദ്യപിച്ചതിനിടയിലുണ്ടായ തർക്കവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാരിയപ്പനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കേസിലെ ഒന്നാം പ്രതി മിഥുനും അതോടൊപ്പം തന്നെ രണ്ടാം പ്രതി അൻപഴകനും ചേർന്ന് ചാക്കിൽ കെട്ടുകയും അവിടുത്തെ PLB കനാലിന് സമീപം ഈ മൃതദേഹം കൊണ്ടുപോയി ഉപേക്ഷിക്കുകയുമായിരുന്നു. രാവിലെ രക്തം ഒലിക്കുന്ന നിലയിൽ ചാക്കുകെട്ട് കണ്ടപ്പോൾ നാട്ടുകാർ പരിശോധന നടത്തിയപ്പോഴാണ് ഇതിൽ മാരിയപ്പന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് മാരിയപ്പനെ ഏറ്റവും ഒടുവിൽ കണ്ട ആളെ തിരക്കിയാണ് പോലീസ് അൻപഴകന്റെ വീട്ടിൽ ചെല്ലുന്നത്. ആ സമയത്ത് അൻപഴകൻ വീടിന്റെ തിണ്ണയും മറ്റും കഴുകി വൃത്തിയാക്കുന്ന ജോലിയിലായിരുന്നു. തുടർന്ന് പോലീസ് പരിശോധന നടത്തിയപ്പോൾ വീടിനകത്ത് രക്തക്കറ കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് അൻപഴകനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഈ സമയത്താണ് ഇവർ കുറ്റം സമ്മതിക്കുന്നത്. ഏതാണ്ട് 40-ലധികം മുറിവുകൾ മാരിയപ്പന്റെ ദേഹത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ. ഈ കേസിലാണ് ഇടുക്കി ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. കൂടാതെ 20,000 രൂപ പിഴയും അടയ്ക്കണം.